നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 മാസങ്ങളോളമായി പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ടോ, അല്ലെങ്കിൽ അതിപ്പോൾ നിലവിലില്ല, അങ്ങനെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസത്തിലുള്ള അറിയിപ്പുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കേണ്ട ആളുകൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിങ്. 2025 ഓഗസ്റ്റ് വരെ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ മാർച്ച് ആഗസ്റ്റിന് ശേഷം മാത്രം മസ്റ്ററിങ് കാര്യങ്ങളുമായി മുമ്പോട്ട് പോയാൽ മതി. എന്നാൽ കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. 2024 ആഗസ്റ്റ് മാസങ്ങളിൽ മസ്റ്ററിങ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കിപ്പോൾ ഈ ഒരു മാസം 30-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരമുണ്ട്. അന്ന് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ മാത്രമാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത്. പല ആളുകളും വീഡിയോ മുഴുവൻ കാണാതെ ഞങ്ങൾ മസ്റ്ററിങ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക. 2024 ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾ 2025 ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മാത്രം മസ്റ്ററിങ് പൂർത്തിയാക്കിയാൽ മതി. എന്നാൽ അന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടായിരുന്നു. അതിൽ കുറച്ച് ആളുകൾ വിദേശത്തേക്ക് 2 മാസമോ 3 മാസമോ വിസിറ്റിങ്ങിന് പോയ ആളുകൾക്ക് അന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അന്ന് ഹോസ്പിറ്റൽ കേസുകളുമായി പുറത്തായതുകൊണ്ട് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളുകളുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ മസ്റ്ററിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അന്ന് പെൻഷൻ മുടങ്ങിയിട്ട് ഇതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടത്. പെൻഷൻ മുടങ്ങിയ ആളുകൾ ജസ്റ്റ് ഒന്ന് പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യുക. എന്ത് കാരണം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെന്ന് മനസ്സിലാക്കുക. അത് മസ്റ്ററിങ് മൂലമാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ അവർ നിർബന്ധമായിട്ട് ഇപ്പോൾ മസ്റ്ററിങ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ആധാർ കാർഡ് പെൻഷൻ ഐഡിയുമായി ചെന്ന് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ 2025-2024 വർഷത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ ആളുകൾ, ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇനി അങ്ങോട്ട് ചിലപ്പോൾ ആഗസ്റ്റ് മാസങ്ങളിൽ വരുന്ന മസ്റ്ററിങ് ചിലപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത രൂപത്തിലുള്ള മസ്റ്ററിങ് ആയിരിക്കില്ല. നമുക്കറിയാം, നമ്മൾ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് മസ്റ്ററിങ് ഇപ്പോൾ പൂർത്തിയാക്കേണ്ടത്. ചിലപ്പോൾ അതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആധാർ കാർഡ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ആധാറിൽ എല്ലാ കാര്യങ്ങളും തെറ്റിദ്ധരുത്തി വെക്കുക. പെൻഷൻ ഐഡിയും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിൽ നമുക്ക് ആ മസ്റ്ററിങ് വരുന്ന സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെല്ലാതെ തന്നെ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.